തുടങ്ങാം. ഓക്കെ. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ ഡൗട്ട് ഉണ്ടായിരുന്നല്ലോ. ഇന്നലെ പോച്ചമ്പള്ളി. പോച്ചമ്പള്ളി എവിടെയാണ്? തെലങ്കാന. തെലങ്കാന. ഭൂദാന പ്രസ്ഥാനം. ഭൂദാന പ്രസ്ഥാനം. ആചാര്യ വിനോബ ഭാവെ. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. രാഷ്ട്രീയ ഗുരു. ഗോപാലകൃഷ്ണൻ രാഷ്ട്രീയ ഗുരു എം ജി റാനഡെ. പടിഞ്ഞാറൻ ഇന്ത്യയിലെ നവോത്ഥാനത്തിന്റെ പിതാവ് എം ജി റാനഡെ. ഓക്കെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ആചാര്യ വിനോബ ഭാവെ. ഓക്കെ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം ഏതാണ്? 1697. ആദ്യ സംഘടിത കലാപം ചോദിച്ചാൽ അത് ആറ്റിങ്ങലിന്റെ വർഷം 1721. അയിത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ പ്രക്ഷോഭം തളിക്ഷേത്രം. ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ചോദിച്ചാൽ വൈക്കം സത്യാഗ്രഹം. വർഷം 24. വൈക്കം സത്യാഗ്രഹ നേതാവാണ് ടി കെ മാധവൻ. ഉണ്ട്. കെ കേളപ്പനൊക്കെ ഉണ്ട് അല്ലേ? എല്ലാരും ഉണ്ട്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഗാന്ധിജിക്ക് പ്രവേശനം നിഷേധിച്ച ഒരു ഇണ്ടം തുരുത്തി മന അല്ലേ? പിന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ വൈക്കം സത്യാഗ്രഹത്തിലെ പുലയ സമുദായ നേതാവ് കുഞ്ഞാപ്പി. പുലയ സമുദായ നേതാവ് ആമച്ചാടി തേവൻ. കുഞ്ഞാപ്പി, ബാഹുലയൻ, ഗോവിന്ദ പണിക്കർ. അവര് മൂന്നുപേരും കൂടെയാണ് ആദ്യത്തെ സത്യാഗ്രഹികൾ. ആദ്യ ദിവസത്തെ സത്യാഗ്രഹികൾ. കുഞ്ഞാപ്പി, ബാഹുലയൻ, ഗോവിന്ദ പണിക്കർ, 3 പേര്. ഈ വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോഴേ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? രാഘവയ്യ. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ദേശീയ നേതാക്കൾ ആരൊക്കെയെന്ന് പറയാം? ഒന്ന് ആചാര്യ ഗാന്ധിജി പങ്കെടുത്ത്. ശ്രീനാരായണ ഗുരു ഉണ്ട്. ഗാന്ധിജി ശ്രീനാരായണ. പിന്നെ ഇ വി രാജഗോപാലാചാരി. വിനോബ ഭാവെ ഉണ്ട്. ഗാന്ധിജിയുടെ എത്രാമത്തെ സന്ദർശനത്തിലാണ് വൈക്കത്ത് വന്നത്? 2. വർഷം പറയാം. 1925 മാർച്ച് 8. വൈക്കം സത്യാഗ്രഹം 1924 മാർച്ച് 30. 1924 മാർച്ച് 30. ഒരു വർഷം കഴിഞ്ഞല്ലേ? 25 മാർച്ച് 8-നാണ്. മാർച്ച് 8-നാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്ന ഗാന്ധിജി വന്നപ്പോഴാണ് ആരെ കണ്ടുമുട്ടിയത്? ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത്. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടത്? 603 റാങ്ക് മേക്കിംഗ്. വൈക്കം സത്യാഗ്രഹം 603 ദിവസം നീണ്ടു അല്ലെ? പിന്നെ എല്ലാ വിഭാഗം ജനങ്ങൾക്കുമായി വഴി തുറന്നു കൊടുത്ത എന്നാണ് വൈക്കം സത്യാഗ്രഹത്തോട്. മൊത്തത്തിലാണെങ്കിൽ 28-ലല്ലേ? 1928. അപ്പൊ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ചോദിച്ചാൽ 5 സംഘടിത കലാപം ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപം. 5 തെങ്ങ് കലാപത്തിന് മുന്നേ ഒരു കോട്ട പണിത്. അതെന്താണ്? 1695. കലാപം നടക്കുന്നത് 1697. ആ സമയത്ത് ആരാണ് ഭരണാധികാരി? ആറ്റിങ്ങൽ റാണി ആരാണ്? ഉമയമ്മ റാണി. ആറ്റിങ്ങൽ റാണി ആരായിരുന്നു? ഉമയമ്മ റാണിയാണ്. പിന്നെ എന്താണ് കാരണം? അതും കൂടി പഠിക്കണം. അത് ബ്രിട്ടീഷുകാരുടെ കുത്തക, അതായത് കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് അതിനകത്ത് പറയാനുള്ള പോയിന്റ്. ഒന്ന്, 5 തെങ്ങ് കോട്ട പണിത 1695. കലാപം നടക്കുന്നത് 97. റാണി ഉമയമ്മ റാണി. പിന്നെ എന്താണ് കാരണം? കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി. അപ്പൊ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ പഠിക്കണം. കേരളത്തില് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട 5 തെങ്ങ്. അപ്പൊ അത് മാറിപ്പോവരുത്. ഫസ്റ്റ് ഓപ്ഷൻ ചിലപ്പോ മാനുവൽ കോട്ടൊക്കെ എടുത്തിട്ട് അത് മാനുവൽ കോട്ട. അത് പോർച്ചുഗീസുകാര്. വിദേശി യൂറോപ്യന്മാർ. ഇന്ത്യയിൽ വന്ന ആദ്യ വിദേശികൾ അറബികൾ. കടൽ മാർഗം വന്ന ആദ്യ വിദേശികൾ എന്ന് വെക്കണമെങ്കിൽ പോർച്ചുഗീസുകാര്. അറബികളെ വന്ന് കരമാർഗം. യൂറോപ്യന്മാരെ അറബികൾ വന്ന കടമാർഗമായിരിക്കും. മേലക്കടക്കാര് വന്നിട്ടുണ്ട്. മറ്റേതുണ്ടായിരുന്നല്ലോ അന്നൊക്കെ മറ്റേ സമ്പാദന. നീട്ട് തുറന്ന് കിടക്കില്ല. പാകിസ്ഥാൻ എല്ലാം ഒരുമിച്ചല്ലേ കിടന്നത്. അവിടെ ഒന്നും പിന്നെ വേറെ വ്യത്യാസമില്ലായിരുന്നു.
ഓക്കെ. അപ്പൊ ഇത് ഇത്രയും കാര്യങ്ങളാണ് 5 തെങ്ങിനകത്ത് ആദ്യമേ പോർച്ചുഗീസുകാരൻ വാസ്കോ ഡ ഗാമ 1498 മെയ് 13 21 എന്തോ മെയ് 20 എവിടെ വന്നിറങ്ങി? വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് ചേമഞ്ചേരി പഞ്ചായത്ത്. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് അയച്ചത് അത് അവിടെ നിന്ന് എന്ന് തിരിച്ചു പോയത് 500 അല്ല അവിടെ തിരിച്ചത് തിരിച്ചു തന്നെന്താ കൊറേ 1597 തിരിച്ച് 98 എവിടെ എത്തി? എവിടെ നിന്ന് തിരിച്ചു? ലിസ്ബണിൽ നിന്ന്. എത്ര കപ്പലിൽ തിരിച്ചു? 3 കപ്പലിൽ തിരിച്ചു. മൊത്തം 4 കപ്പലിൽ തിരിച്ച് വഴി വെച്ച് ഒരെണ്ണം പോയി. വഴി വെച്ച് എന്ത് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ നടന്ന് ഒരെണ്ണം ഒരു കപ്പലിൽ അവിടെ വെച്ച് കത്തിച്ചു. എന്നിട്ട് ബാക്കി 3 ഇങ്ങോട്ട് വരുന്നു. ഓക്കെ. അപ്പൊ ഈ ബ്രിട്ടീഷുകാർ കേരളത്തിൽ നിർമ്മിച്ച ആദ്യ കോട്ടയം ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഏതാണ്? അത് 5 തെങ്ങ് കോട്ടയാണ്. അപ്പൊ ഈ 5 തെങ്ങ് നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപമാണെന്ന്. ഇപ്പൊ സംഘടിത ഏതാണെന്ന് പറഞ്ഞു? ആറ്റിങ്ങൽ. ഇപ്പൊ ഈ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. അതിന്റെ റീസൺ എന്തായിരിക്കും? അന്ന് റാണിക്ക് സമ്മാനം കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അതിനെതിരെ അവിടുത്തെ നാട്ടുകാർ നടത്തിയ പ്രക്ഷോഭമാണ്. ഏകദേശം 140 പേരടങ്ങുന്ന ഒരു സംഘം സമ്മാനമായിട്ട് റാണി ബ്രിട്ടീഷ് സംഘം, അതിന് ഒരു നേതാവ് ഉണ്ടായിരുന്നു ഗിഫോർഡ്. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ റാണിയുടെ അടുത്തോട്ട് പോയ സമയത്ത് നാട്ടിലെല്ലാരും കൂടി കയറി ആക്രമിക്കും. അങ്ങനെ ഈ ആക്രമണത്തിൽ ഈ ഗിഫോർഡ് എന്ത് ചെയ്യും? മരിക്കും. നേതാവായിരുന്നു ഗിഫോർഡ് ആയിരുന്നു. അമർച്ചയാണ്. എവിടെ നിന്ന്? തലശ്ശേരി ഒരു സൈന്യം വന്ന് ഈ കലാപത്തെ അടിച്ചമർത്തുന്നു. അപ്പൊ കലാപം നടന്ന വർഷം 1721. അതിൽ കൊല്ലപ്പെട്ട സൈനിക നേതാവാണ് ഗിഫോർഡ്. ഇനി എവിടെ നിന്നുള്ള സംഘം ചോദിച്ചാൽ തലശ്ശേരി. ക്യാപ്റ്റൻ ഡിലനോയ്, കപ്പിത്താൻ, വലിയ കപ്പിത്താൻ. മറ്റേ കുളച്ചൽ യുദ്ധത്തില് നമ്മളെ അങ്ങനെയല്ലേ തോപ്പിക്കണം, ഡച്ചുകാരെ തോപ്പിച്ചിട്ട് അങ്ങേരെ പിടിച്ചോണ്ട് പോകും. അതെ. പിന്നീട് എന്നിട്ട് ഇവിടെ വീടൊക്കെ വെച്ച് കൊടുത്ത് താമസിപ്പിച്ച് സെറ്റാക്കി എടുക്കും. ഇനി ഈ നമ്മൾ ഈ ആറ്റിങ്ങൽ കലാപം കഴിഞ്ഞിട്ട് ഒരു ഉടമ്പടിയിൽ ഒപ്പുവെക്കും. അതേത് ഉടമ്പടിയാണ്? വേണാട് ഉടമ്പടി. അത് ഏത് വർഷമാണ്? 1723 മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മ. അപ്പൊ എന്ത് പറഞ്ഞാണ് അതിൽ ഒപ്പുവെക്കുന്നത്? രാജകുമാരൻ എന്ന പേരിലാണ് അതിനകത്ത് ഒപ്പുവെക്കുന്നത്. പിന്നെ ഈ വേണാട് ഉടമ്പടിക്ക് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. എന്താണെന്ന് അറിയാവോ? ഒരു വേണാട് ഉടമ്പടിക്ക് പ്രത്യേകതയുണ്ട്. ഒരു ഭാരതീയ രാജാവുമായിട്ട് ബ്രിട്ടീഷുകാർ വയ്ക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് ഈ വേണാട് ഉടമ്പടി. പിന്നെ നമുക്ക് അതിനകത്ത് വേറെ പറയാനൊന്നുമില്ല. പിന്നെ മാവേലിക്ക് 53 1741 ഓഗസ്റ്റ് 10. ഡച്ചുകാരും ഡച്ചുകാരെ പരാജയപ്പെടുത്തിയിട്ട് ഡിലനോയെ പിടിച്ചു. തിരുവിതാംകൂറിലെ വലിയ ഉദയഗിരി കോട്ട. ആ ഉദയഗിരി കോട്ട തന്നെ പണിത് കൊടുത്തത്. ഉദയഗിരി കോട്ട കന്യാകുമാരി. ഈ ഉദയഗിരി കോട്ട നമ്മുടെ മാർത്താണ്ഡവർമ്മ ഡിലനോയിക്ക് പണിത് കൊടുത്തതാണ്. അദ്ദേഹത്തിന് കുറെ നാള് ഇവിടെ പിടിച്ചിട്ടിരുന്നിട്ടൊക്കെയാണ് പിന്നീട് ഇതൊക്കെ കഴിഞ്ഞിട്ട് മാർത്താണ്ഡവർമ്മ 1750 ജനുവരി 3 ഒന്നാം തൃപ്പടിദാനം. ഇനി 1766 അത് രണ്ടാമത്തെ ആള്. അനിയുടെ കാർത്തിക തിരുനാൾ. ഓക്കെ. ഇതെല്ലാം കഴിഞ്ഞ് അതന്നെ മറ്റേ അത് ജയ ജയ അയ്യോ അല്ല വഞ്ചീശമംഗളം. ഞാൻ പറഞ്ഞ ഇത് അത് പതിവ് കണക്ക്. ചെക്ക് പോസ്റ്റ് അഞ്ചലോട്ടക്കാരൻ. ശരിയാണ്. തിരുവിതാംകൂറിലെ ധനമന്ത്രിയാണ്. അപ്പൊ എരിവുള്ളായിരിക്കും, എപ്പോഴും നല്ല നീറ്റലായിരിക്കും. മുളക് മടിശീല. വില്ലേജ് ഓഫീസർ മറന്നുപോയി. പർവത്തിക്കാർ. വില്ലേജ് ഓഫീസ് എന്തെന്ന് അറിയപ്പെടുന്നത്? വില്ലേജ് ഓഫീസർമാരെന്തെന്നറിയപ്പെടുന്നത്? പർവത്തിക്കാർ. വില്ലേജ് പകുതി അല്ലേ? ധനമന്ത്രിമാര് മുളക് മടിശീലക്കാർ.
പതിവ് കണക്ക്, ചെക്ക് പോസ്റ്റ്, ചൗക്ക, പോസ്റ്റൽ സമ്പ്രദായം, അഞ്ചൽ, സ്ഥിര പരീക്ഷയ്ക്ക് വേണം. താലൂക്ക് ഓഫീസ്, മറന്നുപോയി, മണ്ഡപത്തും വാതുക്കൽ, താലൂക്ക് ഓഫീസ്, മണ്ഡപത്തും വാതുക്കൽ, തഹസീൽദാർ, മന്ത്രി, കാര്യക്കാർ, തഹസീൽദാർ അറിയപ്പെടുന്ന കാര്യക്കാർ, വില്ലേജ് ഓഫീസ്, ചൗക്ക, വില്ലേജ് ഓഫീസ്, വില്ലേജ് ഓഫീസ്, അഞ്ചൽ, മണ്ഡപത്തും വാതുക്കൽ, അത് താലൂക്ക് ഓഫീസ്. വില്ലേജ് ഓഫീസ് പകുതിയാണ്. എഴുതി വെച്ചതാണ് വില്ലേജ് ഓഫീസ് പകുതി എന്ന്. വില്ലേജ് ഓഫീസ് വില്ലേജ് ഓഫീസ് ചെറുത്, പകുതിയുള്ളൂ. ഇനി വില്ലേജ് ഓഫീസർ ധനമന്ത്രിയെ മറക്കൂലല്ലോ. ഇല്ല, മുളക് മടിശീല. ശരി, അടുത്തത്. ഓക്കെ, അപ്പൊ ഇനി നമ്മള് പഴശ്ശിയിലോട്ട് പോവാം. പഴശ്ശി കലാപങ്ങൾ എത്ര ഉണ്ട്? 2 ഉണ്ട്. എന്നൊക്കെയാണെന്ന് അറിയാമോ? 93 മുതൽ 97 വരെ. അടുത്ത് അതൊന്ന് 805. അപ്പൊ 2 5 വർഷം വീതമാണ്. അപ്പൊ ഒന്നാമത്തത് എന്താണെന്ന് ചോദിച്ചാൽ 1793 മുതൽ 97 വരെയും 800 മുതൽ 805 വരെയും. ഓക്കെ അല്ലേ? ബ്രിട്ടീഷുകാര് മലബാറിൽ നേരിട്ട ശക്തമായ സമരങ്ങളെ അറിയപ്പെടുന്ന പേരാണ് ഈ പഴശ്ശി കലാപങ്ങൾ കേട്ടോ. ആരാണ് അപ്പൊ പഴശ്ശി കലാപത്തിന് നേതൃത്വം കൊടുത്തത്? വർമ്മ പഴശ്ശിരാജ. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ, ഈ കോട്ടയം രാജകുടുംബം ഏത് ജില്ലയിലാണ്? അല്ല, അല്ല, ഏത് ജില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. മലബാർ ജില്ല ഉണ്ടാവും, കണ്ണൂരാണ്. അപ്പൊ അത് നമുക്ക് കോട്ടയം എന്നുള്ളതുകൊണ്ടൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. അപ്പൊ ഈ കോട്ടയം രാജകുടുംബം ഏത് ജില്ലയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കണ്ണൂരാണ് കേട്ടോ, കണ്ണൂർ. അത് നമ്മൾ ഈ പഴശ്ശി കലാപങ്ങൾ പഠിക്കുന്നതാണ് കണ്ണൂരല്ലേ കൂടുതലും പഠിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു മലയുണ്ടല്ലോ, പുരളിമല. അപ്പൊ ഈ പഴശ്ശിരാജ എങ്ങനെയൊക്കെ അറിയപ്പെടും? കൊട്ടിയോട്ട് രാജ. അത് ഈ കോട്ടയം രാജകുടുംബത്തിൽ നിന്നുള്ളതായിട്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്. പിന്നെ കേരള സിംഹം, സർദാർ KM പണിക്കർ. ഓക്കെ, വേറെ എങ്ങനെയൊക്കെ അറിയപ്പെടും കൊട്ടിയോട്ട് രാജ? 2 ചേരിയില്ല, 2 ചൈനയിൽ സർദാർ KM പണിക്കർ. ഇനിയുണ്ട് സർദാർ KM പണിക്കർ. ചൈനയുടെ ആദ്യ ഇന്ത്യൻ അംബാസിഡർ സർദാർ KM പണിക്കർ. പ്രായം കുറഞ്ഞ രക്തസാക്ഷി, കലാപത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി, ആദ്യ വനിതാ രക്തസാക്ഷി. 1857 വിപ്ലവത്തിലെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. ഹ്യൂഗ്രോസ് നമ്മുടെ ഝാൻസി റാണിയെ തോപ്പിച്ച ആള്, റോസ് കൊടുത്ത് തോപ്പിച്ചു. പ്രകാശമാനമായ ബിന്ദു, ജവഹർലാൽ നെഹ്റു ഝാൻസി റാണിയെ കുറിച്ച് പറഞ്ഞു. ഈ നമ്മളെ 857 വിപ്ലവം ഏറ്റവും കൂടുതൽ പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ബംഗാൾ. എവിടെ? ഉത്തർപ്രദേശ്. അത് തുടങ്ങിയതാണ് ഉത്തർപ്രദേശ്. ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരമല്ലേ, അതിന്റെ ബുദ്ധി ഇനി വിപ്ലവകാരികളുടെ സമുന്ന ധീര നേതാവെന്ന് ഝാൻസി വിശേഷിപ്പിച്ചത്? അയ്യോ, അറിയാം. ആദ്യം പറഞ്ഞ പേര് ഹ്യൂഗ്രോസ്. ആണ് ആരെ കൊന്നത്? ഝാൻസി റാണിയെ വധിച്ചത്. അപ്പോഴത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? ഗവർണർ ജനറൽ കാനിങ് പ്രഭു. അയ്യോ, ശരിയാണ്. ദത്തവകാശ നിരോധനം പിൻവലിച്ചതല്ലേ കാനിങ്. അപ്പൊ ഈ പഴശ്ശിരാജ എങ്ങനെയൊക്കെ അറിയപ്പെടുന്നത്? കഴിഞ്ഞില്ല. കൊട്ടിയോട്ട് രാജ, കേരള സിംഹം, പിന്നെ പൈച്ചി രാജ. ബ്രിട്ടീഷുകാർക്ക് തിരിയൂലല്ലോ, അപ്പൊ അവന്മാർ വിളിച്ചിരുന്നത് അങ്ങനെയാണ്, പൈച്ചി രാജ. പിന്നെ വേറെ വീര കേരള സിംഹം, പുരളി ചെമ്മൻ. പുരളിമല എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതുകൊണ്ട് പുരളി ചെമ്മൻ. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു പുരളിമലയിലാണ് ഇവര് കോട്ട കെട്ടി താമസിച്ചിരുന്നത്. അപ്പൊ പുരളിമല ഓർക്കണം. പുരളിമല എവിടെയാണ്? കണ്ണൂരിലാണ്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ണൂർ വേറെ ക്വസ്റ്റ്യൻ പറഞ്ഞല്ലോ. കണ്ണൂർ ഏറ്റവും കൂടുതൽ കടൽ തീരം, പിന്നെ കണ്ടൽ കാടുകള്, പിന്നെ ഒരേ ഒരു കണ്ടോൺമെന്റ് അല്ലേ ഉള്ളൂ, അതും കണ്ണൂരല്ലേ? കണ്ണൂർ. ഓക്കെ. ഇനി എന്തായിരുന്നു ഒന്നാം പഴശ്ശി കലാപത്തിന്റെ റീസൺ? നികുതി. അത് തന്നെ, ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. അതാണ് ഈ ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാരണം. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ആരാണ് നേതൃത്വം കൊടുത്തതെന്ന് അറിയാവോ?
പഴശ്ശി സ്മാരകം മാനന്തവാടി, പഴശ്ശി ഡാം കണ്ണൂർ വളപട്ടണം പുഴ. കണ്ണൂർ. അങ്ങനെയാണെങ്കിൽ പഴശ്ശി ഗുഹ മലപ്പുറം, പഴശ്ശി കോളേജ് രണ്ടെണ്ണം ഉണ്ട്, പുൽപ്പള്ളി വയനാട്, മട്ടന്നൂർ കോഴിക്കോട്. പഴശ്ശി മ്യൂസിയം കോഴിക്കോട്. പഴശ്ശി രാജ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചു സർദാർ KM പണിക്കർ. തലക്കൽ ചന്തു സ്മാരകം. തലക്കൽ ചന്തു സ്മാരകം പനമരം. തലക്കൽ ചന്തു ഇവിടെ എന്താണ് ബന്ധം? തലക്കൽ ചന്തു ഇവിടെ എന്താണ് ബന്ധം? തലക്കൽ ചന്തുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഈ ഒന്നാം പഴശ്ശി കലാപത്തില് സഹായിക്കാൻ ഉണ്ടായിരുന്ന ആളാണ് ആര്? തലക്കൽ ചന്തു. ഈ തലക്കൽ ചന്തു നമ്മുടെ വേറെ ഒരാളും കൂടെ ചേർന്നിട്ടാണ് 1802 ഈ പനമരം കോട്ട പിടിച്ചെടുക്കുന്നത്. അത് രണ്ടാം പഴശ്ശി കലാപം വരുമ്പോ അവിടെയാണ് ഈ തലക്കൽ ചന്തു കലാപത്തിലാണ് പഴശ്ശി രാജയെ കൊല്ലപ്പെടും. ആരെ കൊണ്ടുവരും? അല്ലല്ല മറ്റെങ്കിൽ ആർതർ വെല്ലസ്ലി. ഈ ആർതർ വെല്ലസ്ലിയും റിച്ചാർഡ് വെല്ലസ്ലിയും തമ്മിൽ വല്ല ബന്ധമുണ്ടാ? സഹോദരങ്ങളാണ് ആർതർ വെല്ലസ്ലി. ആർതർ വെല്ലസ്ലി അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ. മറ്റേ നെപ്പോളിയന് നമ്മുടെ ഈ ആർതർ വെല്ലസ്ലി നമ്മുടെ പഴശ്ശിരാജ തോപ്പിക്കും. പക്ഷെ ഈ ആർതർ വെല്ലസ്ലിയാണ് പിന്നീട് നെപ്പോളിയനെ പരാജയപ്പെടുത്തണം. അപ്പൊ അത്രയും വലിയൊരു നേതാവിനോട് ഇവിടെ പഴശ്ശിരാജാവ് തോപ്പിക്കുന്നത്. പഴശ്ശിരാജാവ് തോപ്പിക്കും ആർതർ വെല്ലസ്ലിയെ. പക്ഷെ ഈ ഇത്രയും വലിയൊരു നേതാവിനെ പിന്നീട് നെപ്പോളിയനെ പരാജയപ്പെടുത്തുന്നത് ഈ ആർതർ വെല്ലസ്ലിയാണ്. അല്ല, പഴശ്ശിരാജയെ പരാജയപ്പെടുത്തുമല്ലോ പഴശ്ശിരാജ കൊല്ലണ ആർതർ വെല്ലസ്ലിയാണ്. പഴശ്ശിരാജ അങ്ങനെ കൊന്നില്ല, പഴശ്ശിരാജ തോന്നിയതല്ല തന്നെ, അങ്ങനെ വിശ്വസിക്കണം നമുക്ക്. പഴശ്ശിരാജയെ പരാജയപ്പെടുത്തുന്ന ഒരു സൈന്യത്തെ രൂപീകരിച്ചു, കോൽക്കാർ സൈന്യം. ഇതേ കോൽക്കർ സൈന്യം ആർതർ വേറെ രൂപീകരിച്ചിട്ടുണ്ട്. നെപ്പോളിയനെ പരാജയപ്പെടുത്തിയതുമാരാണ്. വിഴുങ്ങി മരിച്ചെന്നാണ് നമ്മളെ സർദാർ KM പണിക്കർ പറയണം. ഞാൻ അതിൽ വിശ്വസിക്കുള്ളൂ. 1805 നവംബർ 30. 1805 നവംബർ 30 മരിക്കും. അപ്പൊ ഈ ഒന്നാം പഴശ്ശി കലാപം നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. അങ്ങനെയാണെങ്കിൽ രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ റീസൺ എന്തായിരിക്കും? വയനാട് സ്വന്തമാക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചതാണ് രണ്ടാം പഴശ്ശി വിപ്ലവം. അത് നടന്ന വർഷം 800, 805 2. ആത്മഹത്യ ചെയ്യണ ഒരാളുണ്ടല്ലോ, ഒരു കളവാണ്, വേലുത്തമ്പി. 1809 മാർച്ച് 11. ജനുവരി 11. എവിടെ വെച്ചാണ് മറ്റേ ഇളമ്പല്ലൂർ ക്ഷേത്രവും. ഇളമ്പല്ലൂർ ക്ഷേത്രം പത്തനംതിട്ട. കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് വേലുത്തമ്പിയുടെ കാലത്താണ്. സഞ്ചരിക്കുന്ന കോടതി, പിന്നെ പാതിരാമണലിനെ സഞ്ചാര യോഗ്യമാക്കിയാണ്. കുറിച്യർ ലഹള 1812. ചാനാർ ലഹള 1859. 22 തുടങ്ങി 59 വേറൊരു പേരുണ്ടല്ലോ, മേൽമുണ്ട സമരം, മാറുമറയ്ക്കൽ സമരം. അതെല്ലാം തന്നെ. എന്നാൽ ഈ മാറുമറയ്ക്ക് അധികാരം കൊടുത്ത ഉത്രം തിരുനാളാണ്. മലയാളി മെമ്മോറിയലോ 1891 ജനുവരി. അത് മറ്റേ ഈഴ മെമ്മോറിയൽ. ഈ ഞാൻ പറഞ്ഞില്ലേ രണ്ടാം പഴശ്ശി കലാപം. ഈ രണ്ടാം പഴശ്ശി കലാപത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വന്ന ആൾക്കാരാണ് കുറിച്യരുണ്ട്, കുറുമ്പരുണ്ട്, മാപ്പിളമാരുണ്ട്, നായന്മാരുണ്ട്. ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രണ്ടാം പഴശ്ശി കലാപത്തില് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്ന വിഭാഗങ്ങൾ ആരൊക്കെയാണ്? കുറിച്യര്, കുറുമ്പ്രര്, മാപ്പിളമാര്, നായന്മാര്. ഇവരെല്ലാരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് നമ്മുടെ പഴശ്ശിരാജയുടെ കൂടെ നിന്നിട്ടുണ്ട്. അതിനകത്താണ് ഈ കുറിച്യ നേതാവ് ആരെന്ന് ചോദിച്ചിട്ടുള്ളത്. രണ്ടാം പഴശ്ശി കലാപത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന കുറിച്യരുടെ നേതാവാണ് തലക്കൽ ചന്തു. നായരുടെ നേതാവ് ആരായിരുന്നു അറിയാമോ? നായർ നേതാവ് എടച്ചേന കുങ്കനാണ്. എടച്ചേന 1812. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. രാമനമ്പി. ഈ കുറിച്യലഹള ഉണ്ടാവാൻ കാരണം ഒരു നികുതി ഏർപ്പെടുത്തിയതാണ്. അങ്ങനെ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് തോമസ് വാർഡൻ. കേരള സിംഹം എന്ന് പഴശ്ശിരാജയെ വിളിച്ച ആരാണ്? പഴശ്ശി സമരങ്ങൾ ആരുടെ പുസ്തകമാണ്? ഞങ്ങളുടെ HSI പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ് കഴിഞ്ഞ.
സമരങ്ങൾ കഴിഞ്ഞ HSC ചോദിച്ച ദിവസം എഴുതിയില്ല. KKN കുറുപ്പ്. കുറുപ്പ് പഴശ്ശി സമരങ്ങൾ ആരുടെ പുസ്തകമാണ്? KKN കുറുപ്പ്. KKN കുറുപ്പ്. പഴശ്ശിയായിട്ട് ബന്ധപ്പെട്ട് 2 സിനിമയുണ്ട്. അതിൽ ഫസ്റ്റ് പഴശ്ശിരാജ എന്ന സിനിമ വർഷം അറിയാമോ? പഴശ്ശിരാജ പഴയ സിനിമ അത് 1964 കേട്ടോ. അതിന്റെ സംവിധാനം ആരാണ്? കുഞ്ചാക്കോ. ഈ IV ശശിയുടെ കോസ്റ്റ്യൂം പറ. അപ്പോ അത് 1921 പറഞ്ഞ് മലബാർ കലാപം ബേസ് ചെയ്തൊരു സിനിമ ഇറങ്ങിയല്ലോ 1921. അത് സംവിധാനം ചെയ്തതാണ് IV ശശി. അപ്പൊ പഴശ്ശിരാജ 64 പഴശ്ശിരാജ സിനിമ 1964 ആ സംവിധാനം ചെയ്ത് കുഞ്ചാക്കോ. അപ്പൊ നമ്മുടെ കേരളവർമ്മ പഴശ്ശിരാജ സിനിമ എന്നാണ്? 2009. അത് ആരാണ് സംവിധാനം? തിരക്കഥ MT ആണ് എഴുതിയത്. സംവിധാനം ഹരിഹരനാണ്. ഹരിഹരൻ. അതില് പഴശ്ശിരാജ ആരായിരുന്നു? മമ്മൂട്ടി. എടച്ചേന കുങ്കനായിട്ട് അഭിനയിച്ചായിരുന്നു അറിയാമോ? ശരത് കുമാറാണ്. എടച്ചേന കുങ്കൻ ശരത് കുമാർ. നമ്മൾ പറഞ്ഞില്ലേ നായന്മാരുടെ നേതാവായിരുന്നു, അത് ശരത് കുമാർ. അതാണ് തലക്കൽ ചന്തു. നമ്മുടെ കുറിച്യർ നേതാവായ തലക്കൽ ചന്തു ആയിരുന്നു മനോജ് K ജയൻ. ഓക്കെ അല്ലേ? അത് എല്ലാം കിട്ടിയില്ലേ? അപ്പൊ ഇനി അടുത്ത കുറിച്യ കലാപത്തിലൂടെ സാറ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ. എന്നാണ്? 1812 മാർച്ചിലാണേ. അധിക നികുതി ചുമത്തി തന്നെ കാരണം. പിന്നെ 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പ്രദേശം അവരുടെ കയ്യിലായിരുന്നു. ആര് പറഞ്ഞതാണ്? ബേബർ. തോമസ് ഹാർവേ ബേബർ പറഞ്ഞതാണ്. 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ രാജ്യം അവരുടെ കൈകളിലായിരുന്നു. ഇവർക്ക് തന്നെ കിട്ടിയേനെ. പക്ഷെ അവര് നേരത്തെ പരാജയപ്പെട്ടു. സിദ്ധുവും ഗാനും മറ്റേ കലാപത്തിന്റെ ബംഗാൾ എന്തൊരു കലാപം? സാന്താൾ കലാപം. ബംഗാൾ സാന്താൾ കലാപം. ഈ കുറിച്യ കലാപം 1912 എന്ന് പറഞ്ഞല്ലോ. അതിന് അടിച്ചമർത്തിയ ഡേറ്റും ഉണ്ട്. 1912 മെയ് 8 കേട്ടോ. മെയ് 8 അടിച്ചമർത്തുന്നത്. മെയ് 8 അടിച്ചമർത്തി. അതിലൊരു പുസ്തകമുണ്ട്, ചോദിച്ചിട്ടുള്ള പുസ്തകമുണ്ട്, കുറിച്യരുടെ ജീവിതവും സംസ്കാരവും. കുമാരൻ വയലേരി. കുമാരൻ വയലേരി. പ്രീവിയസ് ആണ്. കുറിച്യരുടെ ജീവിതം. വയലേരി. കുമാരൻ വയലേരി. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും. KKN കുറുപ്പ് അല്ല. വടക്കേ കൂട്ടാല നാരായണൻ കുട്ടി നായർ. പ്രിയസ് ക്വസ്റ്റ്യൻ ആണ്. കിട്ടണില്ല. എന്തോ സംഭവം എന്നറിയപ്പെടുന്നു. ഓ അങ്ങനെ. അതിൽ ഓപ്ഷൻ വടക്കേ കൂട്ടാല നാരായണൻ നായർ, വടക്കേ കൂട്ടാല നാരായണൻ കുട്ടി നായർ ഇതൊക്കെ ഉണ്ടായിരുന്നു. വടക്കേ കൂട്ടാല നാരായണൻ കുട്ടി നായർ. ചാന്നാർ ലഹള 59. അറിയപ്പെടുന്ന പേരുകൾ എന്തൊക്കെയാണ്? മാറമറക്കല്, മേൽമുണ്ട്, ഉടുമുണ്ട്, അങ്ങനെയൊക്കെ അറിയാം. പിന്നെ മലയാളി മെമ്മോറിയൽ എന്തിനു വേണ്ടിയായിരുന്നു? സർക്കാർ ജോലികളിൽ മറ്റേ നമ്മളെ കൂടി ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ഉള്ളതാണ് മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറിൽ, അതായത് അന്ന് സർക്കാർ ജോലിയിൽ അവരെ തിരുവിതാംകൂറുകാർക്ക് പ്രാധാന്യം ഇല്ല. കൂറുകാർക്ക് അത് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ തന്നെ. മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂറുകാർക്ക് അത് തന്നെ. അതായത് സർക്കാർ ജോലി തിരുവിതാംകൂറുകാർക്ക് പ്രാധാന്യത്തിന് വേണ്ടിയിട്ട് നടത്തിയ സമരമാണ് മലയാളി മെമ്മോറിയൽ. വർഷം 91 ജനുവരി 1. ആർക്കാണ് കൊടുത്തത്? രാജ. അതറിയാലോ. അതാരെന്നാണ് ക്വസ്റ്റ്യൻ? ശ്രീമൂലം തിരുനാളാണ് കൊടുത്തത്. ശ്രീ 3 ഒപ്പ് അടിക്കണം. ഒന്നാമത്തെ ഒപ്പ് ആരിട്ട്? ഒന്നാമത്തെ ഒപ്പ് ആരിട്ട്? KP. 2 GP പിള്ള. 2 പൽപ്പ്. മൊത്തം 1028 പേര് ഒപ്പ് വെച്ചു. 1028 പേര്. CV രാമൻ പിള്ള അല്ലേ? അല്ലേ? CV രാമൻ പിള്ളനെ തയ്യാറാക്കിയത്. ഇതിനെ പകരമായിട്ട് എതിർ മെമ്മോറിയൽ കൊടുക്കും. അതെന്താണ്? എതിർ മെമ്മോറിയൽ കൊടുക്കും. ഈ വർഷം തന്നെ ഡേറ്റിന് മാത്രമേ വ്യത്യാസമുള്ളൂ. 1991 ജനുവരി 3. ജനുവരി അല്ല, ജൂൺ 3. മറ്റേ ജനുവരി 1 മലയാളി മെമ്മോറിയൽ. എതിർ മെമ്മോറിയൽ കൊടുക്കുന്നത് 1891 ജൂൺ 3 എതിർ മെമ്മോറിയൽ കൊടുക്കുന്നത്. അത് ഈ മലയാളി മെമ്മോറിയലായിട്ട് ബന്ധപ്പെട്ടെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിന്റെ പേര് വിദേശീയ മേധാവിത്വം. വിദേശീയ മേധാവിത്വം. അയ്യോ, പറഞ്ഞ ഒരു പേരാണ് വിദേശീയ മേധാവിത്വം. CV രാമൻപിള്ള. ഈ കേരള സ്പോട്ട് CV രാമൻപിള്ള. ഈഴവ മെമ്മോറിയൽ വർഷം 96 സെപ്റ്റംബർ 3. 96 സെപ്റ്റംബർ 3. അന്നത്തെ ദിവാൻ ആരാണെന്ന് അറിയാമോ? നേരത്തെ ദിവാൻ പറഞ്ഞില്ലല്ലോ നമ്മള്. ഈ മലയാളി മെമ്മോറിയൽ ദിവാൻ ആരായിരുന്നു? T. രാമറാവു. അപ്പൊ ഈ രണ്ടാമത്തെ ഈഴവ മെമ്മോറിയൽ ആയപ്പോഴത്തേക്കും ദിവാൻ മാറി.
ശങ്കര സുബ്ബയ്യ. ശങ്കര സുബ്ബയ്യ ആയിരുന്നു ദിവാൻ. അതിന് ഒരു എതിർ മെമ്മോറിയൽ കൊടുക്കും. എന്നതാണെന്ന് അറിയാമോ? അതായത് ഈഴ മെമ്മോറിയലിന് എതിരൊരെണ്ണം കൊടുക്കും. അതെന്നറിയാമോ? അത് 1900 ആർക്കാണ് കൊടുക്കണമെന്ന് അറിയാമോ? ബംഗാൾ വിഭജനം നടത്തിയത് ആരാണ്? കഴ്സനാണ് കൊടുക്കണത് എതിർ മെമ്മോറിയൽ. കഴ്സൺ പ്രഭുവിനോട് കൊടുക്കുക. അത് 1900 ഈഴ മെമ്മോറിയൽ കൊടുക്കുന്നത് കഴ്സൺ അല്ലല്ലോ, ശ്രീമൂലം തിരുവിതാംകൂർ രാജാവിനല്ലേ കൊടുക്കണം. അതിന്റെ എതിരായിട്ട് കൊടുക്കുന്നതാണ് കഴ്സൺ 1900. എതിരല്ല, രണ്ടാം ഈഴ മെമ്മോറിയലാണ് കഴ്സൺ. അതാണ് രണ്ടാം കേരളത്തിൽ വരുമ്പോഴാണ് കൊടുക്കണം. അപ്പൊ കേരളം സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ കഴ്സൺ പ്രഭു എന്ന് പറയുന്നത്. അപ്പോഴാണ് കഴ്സൺ. അപ്പൊ കഴ്സൺ ഈ സാധനം വാങ്ങിക്കില്ല. നിങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ കാരണം എന്താ പറയാമോ? തിരുവിതാംകൂറുമായിട്ട് അവർ ഉടമ്പടി വെച്ചിട്ടുണ്ട്. ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല. തളിക്ഷേത്ര സമരം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. എന്താണ് സംഭവം? തളിക്ഷേത്ര അയിത്തത്തിനെതിരെ നടന്ന ആദ്യ എന്നാണ് വർഷം? 1917 പൗരസമത്വവാദ പ്രക്ഷോഭം എന്തിനാ വേണ്ടെന്ന് അറിയാമോ? പൗരസമത്വവാദം എല്ലാ ജനങ്ങൾക്കും ജാതിഭേദമന്യേ സമത്വം അതിനു വേണ്ടിട്ട് നടത്തിയതാണ് ഈ പൗരസമത്വവാദ പ്രക്ഷോഭം. കേട്ടോ, മലബാർ ജില്ലാ കോൺഗ്രസ് കേട്ടിട്ടുണ്ടോ? എത്ര ഉണ്ട്? 5 എന്ന് മുതൽ 16 to 20. ഇപ്പൊ 16, 17, 18, 19, 20 അറിയാമോ? 16 ആനി ബസന്റ് എവിടെ? പാലക്കാട് കോഴിയുടെ തല വടക്കോട്ട് 20 ഡിഗ്രി തിരിഞ്ഞിരിക്കും. ചരിഞ്ഞോ തിരിഞ്ഞോ ഇരിക്കും. അങ്ങനെ പഠിച്ചു. അപ്പൊ പാലക്കാട് കോഴിക്കോട് തല, തലശ്ശേരി വടക്കോട്ട്, വടകര. അവസാനത്തെ 20 20 ഡിഗ്രി ചരിഞ്ഞിരിക്കും മഞ്ചേരി. അവസാനത്തെ മഞ്ചേരി. തലശ്ശേരി പറഞ്ഞല്ലോ. പിന്നെ വടക്കോട്ട് വടകര. ലാസ്റ്റ് ചരിഞ്ഞിരിക്കും അല്ലെങ്കിൽ തിരിഞ്ഞിരിക്കും മഞ്ചേരി. പാലക്കാട്ടെ കോഴിയുടെ തല വടക്കോട്ട് 20 ഡിഗ്രി ചരിഞ്ഞിരിക്കും. അപ്പൊ പാലക്കാട്, കോഴിക്കോട്, തലശ്ശേരി, വടകര, മഞ്ചേരി. ഇത് ആരൊക്കെയാണെന്ന് അറിയാമോ? 16 ആനി ബസന്റ്. അടുത്ത 17 CP രാമസ്വാമി. അടുത്ത 18 ആസാദ് അലിഖാൻ. 19 KP രാമൻ. അത് വേണം. അപ്പൊ 20 ലാസത്ത് പഠിക്കണം. കസ്തൂരി രംഗ അയ്യങ്കാർ. 16 ആനി ബസന്റ്, 17 CP രാമൻ, 18 ആസാദ് അലിഖാൻ, 19 KP രാമൻ മേനോൻ, 20 കസ്തൂരി രംഗ അയ്യങ്കാർ. അത് കഴിഞ്ഞിട്ട് മലബാർ കലാപം എന്നാണ് നടന്നത്? 21 മലബാർ കലാപം നടന്നത്. എന്താണ് സംഭവം? വടക്കേ വീട്ടിൽ മുഹമ്മദിനെ, അന്നത്തെ ഖിലാഫത്ത് നേതാവായിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിന് പ്രതിഷേധിച്ച് നടത്തിയതാണ് മലബാർ കലാപം. ഇതിനെ തുടർന്നൊരു യുദ്ധം ഉണ്ടാവും. അതാണ് ചോദിച്ചത്. ഇതിനെ തുടർന്നുണ്ടായ യുദ്ധമാണ് പൂക്കോട്ടൂർ യുദ്ധം. മലബാർ കലാപം എന്ന് വെച്ചാൽ കുറെ സീരിയസ് ആയിട്ടുള്ള കലാപങ്ങളാണ്. അതിനകത്ത് മറ്റേ 21 പൊട്ടി പുറപ്പെട്ടത് പൂക്കോട്ടൂർ യുദ്ധത്തോട് തുടങ്ങി. അത് 1850 മുതലേ മറ്റേ നമ്മുടെ മേൽമുണ്ടെന്ന് പറഞ്ഞില്ലേ മലബാർ കലാപം, അവിടെ നിന്ന് തുടങ്ങിയ സാധനമാണ് മാപ്പിള ലഹള. 22 അവസാനം കൊണ്ടിട്ട് പൊട്ടി 21 വിഷയങ്ങളായത്. അത് അതിന്റെ പശ്ചാത്തലമാക്കി കുമാരനാശ ഒരു ദുരവസ്ഥ പശ്ചാത്തലമാക്കി ഉറൂബ് എഴുതിയിട്ടുണ്ടല്ലോ. സുന്ദരിയും സുന്ദരന്മാരും. മലബാർ കലാപം എന്ന പുസ്തകം എഴുതി. മലബാർ കലാപം അറിയാം. കെ മാധവൻ നായർ. മലബാർ കലാപം KPCC തുടങ്ങിയത് സിനിമ. അത് 1921 സിനിമ. മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കി ഖിലാഫത്ത് സ്മരണകളായി. അല്ലല്ല, എനിക്കറിയാം. ഒരു ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലേ വാഗൺ ട്രാജഡി നടക്കുന്നത്? എന്നാണ്? 21 നവംബർ 10 ഈ വാഗൺ ട്രാജഡി സ്മാരകം എവിടെയാണെന്ന് അറിയാമോ? തിരൂര്. ആ സമയത്ത് ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അറിയാമോ? ഒരു പോലീസുകാരനെ. അത് കമ്മീഷൻ. അല്ലാതെ ഇതിനെ പറ്റി ഒരു ഹിച്ച് ഹോക്ക്
ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റേ പോലീസുകാരനാണെന്നാണ് എന്റെ ഒരു ഓർമ്മ. അന്വേഷിച്ച കമ്മീഷനാണ് നേപ്പ്. വാഗൺ ട്രാജഡിയെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് നേപ്പ് കമ്മീഷൻ. ഈ വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചുണ്ട് ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ. സുമിത് സർക്കാർ മറ്റേ വണ്ടി ട്രെയിൻ ബോഗിയുടെ ചോദിച്ചിട്ടുണ്ട്. പോത്തന്നൂർ സ്റ്റേഷൻ അല്ലേ ബോഗി? എത്ര MSLV 11 അയ്യോ അതെനിക്ക് അറിഞ്ഞു. അറിയാമെങ്കിൽ കമന്റ് ചെയ്ത് അറിയാം. MSLV 17 അങ്ങനെ എന്തോ ആണ്. എവിടെ വെച്ച് തുറക്കുമ്പോഴാണ് ഇത്രയും പേര് കാണും? തിരൂരാ? പോത്തന്നൂർ. പോത്തന്നൂർ സ്റ്റേഷനിൽ. അതിൽ 90 പേര് പോയി 60 പേര് കൊല്ലപ്പെട്ടു. അങ്ങനെ 67 പേര് മരിച്ചു. അത് അനൗദ്യോഗിക കണക്കാണ്. ഇനി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 21 പറയുകയാണെങ്കിൽ KPCC രൂപീകരിക്കുന്നത് 21-ലാണ്. അതിന്റെ സമ്മേളനങ്ങളൊക്കെ അറിയാമോ? 21 എവിടെയാണ്? 21 KPCC സമ്മേളനം ഒറ്റപ്പാലം. ആരാണ്? ആന്ധ്ര കേസരി. ആരാണ്? ടി പ്രകാശ് ആയിരുന്നു അതിന്റെ നേതാവ്. നെഹ്റു എന്നാണ് KPCC ഏത് വർഷമാണെന്ന് അറിയാമോ? 28. അതെവിടെ നടന്ന്? പയ്യനായ നെഹ്റു പയ്യന്നൂരാണ് കേട്ടോ. 29 നടന്നു. കോഴിക്കോട്. അല്ലല്ല 29 31-ആണ്. 27 കോഴിക്കോട്. പക്ഷെ നെഹ്റു അല്ല. ഹോർണിമാൻ. 31 ആരാണ്? വടകര. അത് ഇമ്പോർട്ടന്റ് ആണ്. സെൻഗുപ്ത. അത് വലിയ സ്ത്രീകള് നെല്ലി സെൻഗുപ്ത അല്ല. അത് നമ്മുടെ INC പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ വനിതയാണ്. വിദേശിയാണ്. ആദ്യ വനിത അത് 17. രണ്ടാമത്തെ വനിതയാണെങ്കിൽ സരോജിനി നായിഡു 25. നെല്ലി സെൻഗുപ്ത. ഇന്ദിരാഗാന്ധി അല്ലല്ല. ഇന്ദിരാഗാന്ധി അല്ല. ഇന്ദിരാഗാന്ധി അല്ല. ഇന്ദിരാഗാന്ധി തന്നെ. പിന്നെ സോണിയാഗാന്ധി. 59 98. ഇന്ദിരാഗാന്ധിയും 98 സോണിയാഗാന്ധി. ഓക്കെ. അപ്പൊ 31 വടകര. 33 നെല്ലി സെൻഗുപ്ത. 33 പിന്നെ വൈക്കം സത്യാഗ്രഹം. അത് കഴിഞ്ഞിട്ട് ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട്?